രണ്ട് മറ്റേ ചത്താലും പിടിയാലെന്നും പറഞ്ഞ് കുഴിമേ പിടിച്ച് കിടക്കണേ. മര്യാദക്ക് കഴിച്ചില്ലെന്ന് തോന്നുന്നു. നമസ്കാരം, ഞാനുണ്ട്. വെൽക്കം ടു OMKV ഫിഷിംഗ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി പോകണേ. ഞണ്ടിനെ പിടിക്കാനായിട്ട് പല രീതികളുണ്ട്. വലയിട്ട് പിടിക്കും, റിങ്ങിട്ട് പിടിക്കൽ, വഴുകയിട്ട് പിടിക്കൽ, അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ നമ്മൾ റോഡും റീലും വെച്ചിട്ട് ഞണ്ടിനെ പിടിക്കാന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ചൂണ്ടയിടുമ്പോൾ ഞണ്ടൊക്കെ ഉടക്കിയൊക്കെ പോരാറുണ്ട്. അങ്ങനെയല്ല, നൂലിൻ്റെ അറ്റത്ത് നമ്മൾ വല കെട്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ ഞണ്ടിനെ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കൂരി ഇട്ടിട്ട് കെട്ടി നമ്മൾ വലിച്ചെറിയും. അങ്ങനെ നമുക്ക് റോഡും റീലും വെച്ചിട്ട് ഞണ്ടിനെ എങ്ങനെയാണ് പിടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞണ്ടിനെ പിടിക്കണമെങ്കിൽ ആദ്യം കൂരിനെ പിടിക്കണം. കൂരിനെ കിട്ടിയാലേ ഞണ്ടിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് കൂരിനെ പിടിക്കാം. ഇത് ശരിക്കും ഞണ്ട് വലയാണ്. അപ്പോൾ ഞാൻ അറ്റത്തിട്ടൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഉടക്കിയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൂരിനെ പിടിക്കാം. അപ്പോൾ ചെമ്മിനിട്ട് 2-3 കൂരിനെ പിടിച്ചാലേ ഞണ്ടിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അത് ചെമ്മിനിട്ടിട്ട് ഇത് 2 കൂരിനെ കിട്ടണം. അപ്പോൾ അത് ഒരു കൂരിനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വലയിൽ ഉടക്കിയിടാനുള്ളതുകൊണ്ട് ഒരെണ്ണം കൂടിയൊക്കെ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഒരെണ്ണം കൂടി കിട്ടുമോ നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൂരീനെയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വലയിലേക്ക് കെട്ടിയിട്ട് എറിയാം. അപ്പോൾ നമ്മുടെ വല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂരീനെടുത്ത് വലയിലേക്ക് അങ്ങനെ കെട്ടാൻ പോണേ. കൂരിയുടെ വായി കൂടി ഇട്ടിട്ടൊരു കെട്ട് കെട്ടാം. അതായത് വലയിലേക്ക് നമ്മൾ കെട്ടുമ്പോൾ വലയിൽ ഓൾറെഡി ഉടക്കുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വലയുടെ ഇടയിലേക്ക് വെച്ചിട്ട് വലയുടെ അകത്തിട്ട് തന്നെ അങ്ങോട്ട് കെട്ടി വെച്ചാൽ മതി കൂരീനെ. പിന്നെ അത് മാത്രമല്ല, ഉടക്കുണ്ടല്ലോ, ഓൾറെഡി വലയിൽ ഉടക്കുണ്ട്. അപ്പോൾ കൂരി എന്തായാലും പോവില്ല. വേറെ കെട്ടൊന്നും വേറെ സെപ്പറേറ്റ് കെട്ടേണ്ടിയും വരില്ല. അത്രയുള്ള പരിപാടി. ഇനിയിപ്പം അടുത്ത കൂരീനെ ഇതേപോലെ അങ്ങോട്ട് കെട്ടിടാം. ഓക്കെ, അപ്പം ഇനി ഇത് റോഡിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അടിയിലൊരു കല്ലും കൂടി കെട്ടിയിട്ടുണ്ട്. എന്നാലും ഇത് താഴത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അത് ഈ കല്ലുള്ള ഏരിയയിൽ ഞണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അധികം ദൂരത്തേക്കൊന്നും ഇടണ്ട, അടുത്ത് തന്നെ അങ്ങോട്ട് ഇടണേ. ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ടേ വലയിൽ വന്ന് ഞണ്ട് വന്നിങ്ങനെ ഇറുക്കുകയാണെന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നൂലിലറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് ഇടയ്ക്ക് നമ്മളിത് പൊക്കി നോക്കണം. അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും സംഭവം ഞണ്ട് വന്നിട്ടുണ്ടെങ്കിൽ. എന്തായാലും ഫോട്ടോ എടുക്കണം. Cari.
ഫോട്ടോ എടുക്കാൻ ഇവിടെ രക്ഷയില്ല. നമുക്ക് അപ്പുറത്തേക്ക് ഇട്ട് നോക്കാം. അപ്പുറത്തെ സൈഡിൽ ഇട്ട് നോക്കാം. ഇട്ടിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. താഴ്ത്തിരിക്കാം. ഇതിനും വലിയ പണിയാണത്. സമയം എന്താ വിശക്കണ്ട? ചോറ് മേടിച്ചപ്പോ 3 ചോറ് ചാലി. എന്ത് കിട്ടിയ ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് മാറ്റിയിടാം. ഞണ്ടില്ലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ മഴ പെയ്താണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞണ്ട് ഉണ്ടാവേണ്ടതാ. ഞണ്ടില്ലെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. ഞാൻ പണ്ട് മറ്റോട് പറഞ്ഞപ്പോൾ കുറേ മീൻ പിടിച്ചു. ഞാൻ പണ്ട് പാകിസ്ഥാനിൽ മണിക്കൂർ 3 1 മണിക്കൂർ 1 മണിക്കൂർ 3 പ്രാവശ്യം വെട്ടമില്ല വെട്ടമില്ല വെട്ടമില്ല. തലർക്ക് ഇടില്ലെന്നായിട്ട് ഉടക്കിയിട്ടുണ്ട്. അതേ ഇതുണ്ടോ ഉടക്കിക്കണണ്ട? ആ അതെ ഇതുണ്ടോ നമ്മുടെ ഇതിനൊക്കെ അടിച്ച് പറിച്ചോണ്ടിരിക്കണേ. ദൈവമേ, വലയൊന്നും അഴിച്ചെടുക്കണമല്ലോ. സംഭവം നമുക്ക് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ പറ്റും. ഇങ്ങോട്ട് കാണിക്കും കാണിക്കും. അപ്പോൾ നമ്മൾ വളരെ സാഹസികമായിട്ടൊരു ഞണ്ടിനെ പിടിച്ച് നമ്മൾ രാവിലെ വന്നതാണ്. ഇട്ടിട്ടിട്ടിട്ട് 10 മിനിറ്റ് കൂടുമ്പോൾ പൊക്കി നോക്കാമെന്ന് പറഞ്ഞ് അവസാനം ഇപ്പം 3-4 മണിക്കൂർ കഴിഞ്ഞ് അപ്പോഴാണ് ഒരു ഞണ്ടിനെ കിട്ടിയത്. ശരിക്കും മീൻ കിടന്നൊന്ന് ചീഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം. അപ്പം ഇനി ഇതിനെ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് കെട്ടി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇടാം. ഓഫ്, കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ഞണ്ട. രണ്ട് മറ്റേ ചത്താലും പിടിയാലെന്നും പറഞ്ഞ് കുഴിമേ പിടിച്ചെടുക്കണേ. മര്യാദക്ക് കഴിച്ചില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇട്ട കാല ഉടത്തിക്കളി ഇടണ്ട വിടണ്ട വാടാളെ സെറ്റപ്പ്. ഓടി 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 പിടി 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 പിടി. ആ പിടി 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 കെട്ടിക്കോ കെട്ടിക്കോ. ഇതുകൊണ്ടുള്ള കളിയാണ്. പുറകിലത്തെ കാലിലട ഉണ്ട്. അത് കാലിന്റെ അടിയിൽ ഉണ്ണി കെട്ട അടിക്കല കെട്ടിക്കോ. അടിത്തോക്കൊക്കെ ചെയ്യാൻ കെട്ടറിയാൻ പറ്റും. കെട്ടറിയാം. ഒരാളോട് ഇപ്പോൾ സുഖമല്ല. അവനെന്തെങ്കിലും പണിയുണ്ടേ.
നമുക്ക് പിടിയാ ഇതല്ലേ ഇവിടെ കിട്ടും ഇവിടെ നിന്ന് നീ തന്നെ പഴഞ്ഞങ്ങൾ ഇല്ല ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ഒരു ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി കിട്ടിയെന്നാൽ പൊളിക്കും. അയ്യോ ഒരെണ്ണത്തിനായിട്ട് കറി വെക്കണേ. ഒരെണ്ണത്തിനെ കൂടി നമുക്ക് നോക്കാം, കുറച്ചേരം കൂടി നോക്കാം. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ എടുത്തിട്ടാണ് കിട്ടിയത്. ഇനി എത്ര മണിക്കൂർ അത് ആദ്യം അല്ല ഇനിയിപ്പോൾ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം. നമുക്ക് ഇപ്പം കിട്ടിയ സ്ഥലത്ത് തന്നെ ഇടുന്നത്. കുഴപ്പമില്ല, നല്ല സ്പോട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് അലങ്ങിറങ്ങും, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കിടക്കട്ടെ. ഞണ്ട് കിട്ടിയില്ലെങ്കിൽ പണി പാളിച്ചു. വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പം പെട്ടെന്ന് പിടിക്കുമായിരിക്കും അല്ലേ? പിന്നെ ഇത് കണ്ട വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നൊരു തന്നെ കണ്ട. ചില ആൾക്കാർ പറയണേക്കാം ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നൊരു വന്നത് മറ്റേ അതിൻ്റെ അടിയിൽ ഞണ്ടുണ്ടാന്നാ. ഞണ്ടില്ലൊരു കുഴപ്പമില്ല. ഞാൻ 3-4 മണിക്കൂർ ഇവിടെ നൊരിയിലോട്ട് കിട്ടി. വെറുതെ പറഞ്ഞ വേണ്ട. ഇപ്പോഴും പറയേണ്ട ആൾക്കാർ അതിൻ്റെ അടിയിൽ നിന്ന് നൊരു വന്നത് ഞണ്ടാണെന്ന്. സംഭവം പൊക്കി നോക്കണേണ്ട, കുറേ നേരമായി. രക്ഷയില്ല. അതെ ഞണ്ട് സംഭവം അവിടെ ഇവിടെയൊക്കെ നടന്ന് കടിക്കുന്നുണ്ട്. സാധനമുണ്ട്, ഇല്ലെന്ന് പറയണ്ട, ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ സമയമില്ല. ഇപ്പം നമ്മൾ രാവിലെ തുടങ്ങിയതാണ്. ഇപ്പം മണി 4 കഴിഞ്ഞു, 4-4:30. അപ്പം ഇനിയിപ്പോൾ ഉള്ള ഞണ്ടിനെ വെച്ചിട്ട് കുക്കിംഗ് ഉണ്ടായി. 1-2 പ്രാവശ്യം കൂടി നമ്മൾ പൊക്കി നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും കിട്ടാൻ സാധ്യത കാണുന്നില്ല. അത് കളിക്ക് കൈ കുറിഞ്ചി. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ താളിക്കാനാണ് കേട്ടോ പോണം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സവാള ഇടുന്നുണ്ട്. ചട്ടി ചൂടായിട്ടില്ല, നല്ല കാറ്റുണ്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. നല്ല കാറ്റായതുകൊണ്ടേ തീ അങ്ങോട്ട് കിടന്ന് പറക്കുന്നുണ്ട്. സംഭവം നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ. കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടണ്ട. ഓക്കെ, നമ്മുടെ മല്ലി നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇടണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആഹാ, നല്ല അടിപൊളി തക്കാളി കറി. വെള്ളം ഒഴിക്കുന്നുണ്ട്, നമുക്ക് വേകാനായിട്ടുള്ള വെള്ളം, ഞണ്ട് വേകാനായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഞണ്ട് ഉരുളക്കിഴങ്ങിട്ടാണ് വെക്കണം. ഉരുളക്കിഴങ്ങുണ്ടോ? ഉരുളക്കിഴങ്ങിട്ടാണ് വെക്കണത്. അപ്പോൾ ഉരുളക്കിഴങ്ങിന് ഞണ്ടിനൊക്കെ ഏതാണ്ടൊക്കെ വേവൊന്നായിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഞണ്ടും അങ്ങോട്ട് ഇടാം. നമ്മുടെ ഞണ്ടും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടണം. ഇതൊന്നാട് ഒന്ന് ഇളക്കി അങ്ങ് കൊടുത്താൽ സംഭവം സെറ്റാണ്. എന്നിട്ടൊന്ന് അങ്ങോട്ട് മൂടി വെക്കാം. ഇത് തുറന്നു നോക്കട്ടെ. കൊള്ളാം. ഞണ്ടിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോ? സംശയം ഉണ്ടോന്നൊരു സംശയം ഇല്ലാതില്ല. കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പിടണ്ട കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഓക്കെ. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഞണ്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ചേക്കണേണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ 3-4 പേരൊക്കെ ഉള്ളപ്പോൾ ചെയ്യണ സംഭവം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടാണ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ 3 പേരുകൊണ്ട് പുട്ടുണ്ട്. അപ്പം ഇത് പുട്ടിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിക്കാം. നമുക്ക് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് കഴിക്കാം. ഉരുളക്കിഴങ്ങാണ് കൂടുതൽ. ഞണ്ട് പറഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല. എടുത്തു. ഞണ്ടിൻ്റെ കാല്, ഞണ്ട്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കറി. അപ്പം ഇത് റെഡിയാണ്. അപ്പം ഇനി ഇത് കഴിച്ചു നോക്കാം. കൊള്ളാമല്ലേ? ഞണ്ടൊന്ന് കഴിച്ചു. ഉരുളക്കിഴങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. സത്യമായിട്ടും ഞാൻ കഴിക്കുന്നില്ല. കാര്യം ഇപ്പം ഞാൻ പറഞ്ഞാലേ നമുക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ കഴിക്കുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അമ്മമാർ കഴിച്ചു. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞണ്ട് കറി. പല്ലിന് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് ഞണ്ട് കറി ഇട്ടേ പല്ലിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അവനെ. പിടിക്കാൻ പറ്റില്ല.